നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തെക്കു കിഴക്കൻ ഏഷ്യ ലോകത്തിലെ തന്നെ ഒരു പ്രധാന കേന്ദ്രമാണ്. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനാൽ ആക്ട് ഈസ്റ്റിനും ആസിയാൻ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് സമുദ്ര സുരക്ഷാ കേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി ഇൻഡോ പസഫിക്കിലെ വലിയ സഹകരണത്തിൻ്റെ ഭാഗമായി തെക്ക് കിഴക്കൻ ഏഷ്യയുമായുള്ള സമുദ്രബന്ധം ഇന്ത്യ വിപുലീകരിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്ന് ഇന്ത്യൻ നാവികസേനയുടെ 3 കപ്പലുകൾ ഡിസ്ട്രോയർ ഡൽഹി, ഫ്ലീറ്റ് ടാങ്കർ ശക്തി, ആൻറ്റി സബ്മറൈൻ കോർവെറ്റ് കിൽത്താൻ, സിംഗപ്പൂർ, മലേഷ്യ, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ തുറമുഖ കോളുകൾ ആരംഭിച്ച് നാവികസേനയുടെ ഈസ്റ്റേൺ ഫ്ലീറ്റിന് കീഴിൽ ദക്ഷിണ ചൈന കടലിലേക്ക് ഒരു പ്രവർത്തന വിന്യാസം പൂർത്തിയാക്കി കഴിഞ്ഞു. തെക്കു പടിഞ്ഞാറ് മലാക്ക കടലിടുക്ക് മുതൽ വടക്ക് കിഴക്ക് തായ്വാൻ കടലിടുക്ക് വരെ വ്യാപിച്ചു കിടക്കുന്ന പസഫിക് സമുദ്രത്തിൻ്റെ ഭാഗമായ ഒരു ചെറിയ കടലാണ് ദക്ഷിണ ചൈന കടൽ. ചൈന, തായ്വാൻ, ഫിലിപ്പീൻസ്, മലേഷ്യ, ബ്രൂണൈ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, കംബോഡിയ, തായ്ലൻഡ്, വിയറ്റ്നാം എന്നിവയാണ് ദക്ഷിണ ചൈന കടലിൻ്റെ തീരദേശ രാജ്യങ്ങൾ. എണ്ണയും പ്രകൃതിവാതകവും മത്സ്യസമ്പത്തും ഉൾപ്പെടെയുള്ള പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ ഉറവിടമാണ് ഈ പ്രദേശം. അതുമാത്രമല്ല, വളരെ തിരക്കുള്ള ഒരു അന്താരാഷ്ട്ര ജലപാത കൂടിയാണ് തെക്കൻ ചൈന കടൽ. അങ്ങനെ നോക്കിയാൽ ഇതുവഴിയുള്ള ആഗോള വ്യാപാരം ഏകദേശം $5 ട്രില്യൺ വരുന്നു. ആയതിനാൽ തന്നെ ഈ പ്രദേശം വളരെ തന്ത്രപ്രധാനമായ ഒരു പ്രദേശം തന്നെയാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഇന്ത്യ തങ്ങളുടെ 3 യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ചൈന എപ്പോഴും ഇന്ത്യയുടെ നീക്കത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ആയതിനാൽ ഇന്ത്യക്ക് അങ്ങനെയുള്ള മറുനീക്കത്തിൻ്റെ പ്രാധാന്യം വളരെ ശക്തമായാണ് നോക്കിക്കാണുന്നത്. ഇരു രാജ്യങ്ങളിൽ നിന്നും സമാധാനപരമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും ചൈനയുടെ ഏത് നീക്കത്തെയും സംശയത്തിൻ്റെ കണ്ണിൽ നിന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ആയതിനാൽ തന്നെ കടലിൻ്റെ അതിർത്തിയിലായാലും സംരക്ഷണം വർദ്ധിപ്പിക്കുക എന്നതാണ് വളരെ തന്ത്രപ്രധാനമായ ഒരു കാര്യം. കാരണം മുൻകാല അനുഭവങ്ങൾ വച്ച് നോക്കുമ്പോൾ ഇങ്ങനെ കാണാതെ ഇന്ത്യക്ക് വേറെ മാർഗമില്ല എന്നുള്ളതാണ്. കാരണം ഇന്ത്യ നടത്തുന്ന ഏതൊരു പ്രവൃത്തിയും തടയിടാൻ ശ്രമിക്കുന്ന ചൈന എന്തും എപ്പോഴും ചെയ്യാൻ മടിക്കാത്ത ഒരു രാജ്യമാണെന്ന് നമുക്കറിയാം. ഈ ഇടയ്ക്ക് തന്നെ ഇന്ത്യ ഫിലിപ്പീൻസിന് നൽകിയ ബ്രഹ്മോസ് മിസൈലുകൾക്ക് ഈ നീക്കവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ അയൽ രാജ്യങ്ങളെ കൂട്ടുപിടിച്ചാണ് ചൈന ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നടപടികൾക്ക് ഒരു തിരിച്ചടി എന്നോണമാണ് ഇന്ത്യയുടെ ഈ നീക്കമെല്ലാം. കഴിഞ്ഞ ആഴ്ച മറ്റൊരു സംഭവ വികാസത്തിൽ ഇന്ത്യ, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ ട്രൈലാറ്ററൽ മാരിടൈം സെക്യൂരിറ്റി വർക്ക്ഷോപ്പിൻ്റെ 2ാം പതിപ്പും ഇന്ത്യ ഓസ്ട്രേലിയ നേവി സ്റ്റാഫ് ചർച്ചകളും കൊച്ചിയിൽ വെച്ച് നടന്നിരുന്നു. ഓസ്ട്രേലിയൻ നാവികസേനയുടെ കണക്കനുസരിച്ച് സമുദ്ര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള 8 സംരംഭങ്ങൾ അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ഏപ്രിലിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്ര പഹേരേദാർ വിയറ്റ്നാം, ഫിലിപ്പീൻസ്, ബ്രൂണൈ എന്നിവിടങ്ങളിൽ സന്ദർശിച്ച് ആസിയാൻ രാജ്യങ്ങളിലേക്ക് ഒരു വിദേശ വിന്യാസത്തിലായിരുന്നു. ഫിലിപ്പീൻസ്, വിയറ്റ്നാം കോസ്റ്റ് ഗാർഡുകളുമായി വർദ്ധിപ്പിച്ച സമുദ്ര സഹകരണത്തിനും സമുദ്ര സുരക്ഷയ്ക്കും വേണ്ടി ICGക്ക് ധാരണാപത്രമുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതിനാൽ തെക്ക് കിഴക്കൻ ഏഷ്യ ഒരു പ്രധാന മേഖലയായിട്ടാണ് കാണുന്നത്. നിരവധി രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നും ഇന്ത്യൻ സൈനിക ഹാർഡ്വെയർ വാങ്ങാൻ താൽപ്പര്യം കാണിച്ചിട്ടുണ്ട്. അതിൽ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ, ഹെലികോപ്റ്ററുകൾ, റഡാറുകൾ എന്നിവയുൾപ്പെടെ നിരവധി ആയുധങ്ങളുടെ ഒരു ശൃംഖല തന്നെ ഉൾപ്പെടുന്നു. എന്നാൽ ചൈന തങ്ങളുടെ നാവിക സാന്നിധ്യം അതിവേഗം വിപുലീകരിക്കുന്നത് എല്ലാ രാജ്യങ്ങളെയും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വളരെ തന്ത്രപ്രധാനമായ ഒരു പ്രദേശമാണ് മാലിദ്വീപ്. അതിൻ്റെ തന്ത്രപ്രധാനമായ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദ്വീപ് രാഷ്ട്രത്തിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ചൈന കുറച്ചു കാലമായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന് നല്ലൊരു പങ്ക് വളം വെച്ചു കൊടുക്കുന്നതും മാലിദ്വീപിൻ്റെ പുതിയ പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു അധികാരത്തിൽ എത്തിയപ്പോഴാണ്. ഭൂവിസ്തൃതിയുടെ കാര്യമെടുത്താൽ ഏറ്റവും ചെറിയ ഏഷ്യൻ രാജ്യമാണെങ്കിലും ലോകത്തിലെ ഏറ്റവും ചിതറിക്കിടക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് മാലിദ്വീപ്. ഈ രാജ്യം അവരുടെ വലിപ്പത്തെക്കാളും സാമ്പത്തിക സ്ഥിതിയേക്കാളും കൂടുതൽ അതിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനം കൊണ്ടാണ് പ്രശസ്തമാകുന്നത്. പശ്ചിമേഷ്യയിലെ ഏദൻ ഉൾക്കടലിലും ഹോർമുസ് ഉൾക്കടലിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലെ മലാക്ക കടലിനിടുക്കിനും ഇടയിലുള്ള സമുദ്ര വ്യാപാര പ്രവാഹത്തിന് ഈ കടൽപാതകൾ ഒരു നിർണായക പങ്കാണ് വഹിക്കുന്നത്. ഈ ദ്വീപ് ശൃംഖലയുടെ തെക്ക് വടക്ക് ഭാഗങ്ങളിലായാണ് ഈ 2 പ്രധാന കടൽപാതകളും സ്ഥിതി ചെയ്യുന്നത്. മാലിദ്വീപ് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള ഒരു സുപ്രധാന കവാടമായാണ് കരുതപ്പെടുന്നത്. കാരണം ആഗോള വ്യാപാരത്തിൻ്റെയും ഊർജ്ജ പ്രവാഹത്തിൻ്റെയും പ്രധാന കേന്ദ്രമായാണ് ഇന്ത്യൻ മഹാസമുദ്രം കണക്കാക്കുന്നത് തന്നെ. ഇത് തന്നെയാണ് ചൈനയും ഇവിടെ പിടിമുറുക്കാൻ ശ്രമിക്കുന്നത്. അതിനെ തടയിടാനാണ് ഇന്ത്യയും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ തട്ടകത്തിൽ കയറി ചൈനയെ കളിക്കാൻ അനുവദിക്കുന്നില്ല എന്നതാണ് ഈ നീക്കങ്ങളുടെ സുപ്രധാനമായ ഒരു കാര്യം. കളിച്ചാൽ അവരുടെ തട്ടകത്തിൽ പോയി പണി കൊടുക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു വഴി.
എപ്പോഴും ചൈനയാണ് പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സൈനിക ശക്തിയും ആഗോള ബന്ധങ്ങളും വച്ച് നോക്കുമ്പോൾ ചൈനയ്ക്ക് ഇതിലൊന്നും വിജയം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം. ഇന്ത്യയുടെ നീക്കങ്ങൾ അത്രയും ശക്തമാണ്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ചൈനയുടെ തട്ടകത്തിൽ, അതായത് ചൈന കടലിൽ തന്നെ ഇന്ത്യൻ നാവികസേനയുടെ 3 കപ്പലുകൾ നങ്കൂരമിട്ടിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ ഇന്ത്യ ഫിലിപ്പീൻസിന് ബ്രഹ്മോസ് മിസൈലുകൾ കൈമാറ്റം ചെയ്തിരുന്നു. ഫിലിപ്പീൻസിനെ കൂടാതെ വിയറ്റ്നാമും ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങുവാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഈ വേളയിൽ ചൈനയെ ചൊടിപ്പിക്കുന്ന കാര്യം ഇതൊക്കെ തന്നെയാകാം. എന്നാൽ ഇന്ത്യയുടെ ഈ നീക്കങ്ങളെ ഒന്നും തന്നെ ഒരു ചുക്കും ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നതിന് ഉദാഹരണമാണ് ഇന്ത്യയുടെ ഈ നീക്കം. കാരണം ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് തെക്കൻ ചൈന കടലിലാണ്. ഈ രാജ്യങ്ങളിലായി തന്നെ ചൈനയ്ക്ക് അതിർത്തി തർക്കം ഉണ്ടെന്ന് കൂടി അറിയുമ്പോൾ മാത്രമേ ഇന്ത്യ ഈ നീക്കം, അതായത് 3 കപ്പലുകൾ വിന്യസിച്ചതും ബ്രഹ്മോസ് മിസൈലുകളുടെയും പ്രാധാന്യം എന്താണെന്നും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ചൈനയ്ക്ക് ഇന്ത്യക്കെതിരെ പ്രകോപനം ഉണ്ടാക്കാൻ സാധിക്കുന്ന 2 മാർഗങ്ങളാണ് മാലിദ്വീപ് വഴിയും പാകിസ്ഥാൻ വഴിയും. എന്നാൽ ഈ നീക്കങ്ങളെ തടയാൻ ഇന്ത്യക്ക് നല്ലതുപോലെ അറിയാം. അതിനുള്ള സൂചനയാണ് തെക്കൻ ചൈന കടലിൽ ഇന്ത്യ നൽകിയിരിക്കുന്നത്.